ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ നമസ്കാരം, സ്വാഗതം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പരമമായ സത്യത്തെ അന്വേഷിച്ചാണല്ലോ ഓരോരുത്തരും തൻ്റെ ജീവിതം അത് മുഴുവനും ഉപയോഗിക്കേണ്ടത് അതിന് തന്നെയാണെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പോൾ അതിൻ്റെ ആ ഉള്ളിൽ ആ ഒരു ആഗ്രഹം അത് മനുഷ്യന് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് വന്നു ചേരും എന്നും അതിനെയാണ് നമ്മൾ സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായ അന്വേഷണം എന്ന് പറയുക. ആ ഒരു പരമമായ സത്യത്തെ അന്വേഷിക്കുന്നു. അപ്പം അതിന് ആ പരമമായ സത്യത്തെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈശ്വരൻ എന്നോ, ആത്മാവ് എന്നോ, ഭഗവാൻ എന്നോ, വിഷ്ണു എന്നോ, ശിവൻ എന്നോ ഒക്കെ പറയാം. അപ്പോൾ വിഷ്ണു, നമ്മളിപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലെ നാമങ്ങളാണല്ലോ നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം 721 മുതൽ 730 വരെയുള്ള നാമങ്ങളാണ്. അപ്പോൾ വിഷ്ണു എന്ന് പറയുന്നതിന് അർത്ഥം തന്നെ പറയുന്നത് വ്യാപിച്ചിരിക്കുന്നവൻ, ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചരൂപിയായിട്ടുള്ള ഭഗവാൻ എന്നാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. വിശ്വമൂർത്തിയാണ് ഭഗവാൻ, മഹാമൂർത്തിയാണ് ഭഗവാന്റെ വിരാട് രൂപത്തെയെല്ലാം നമ്മൾ ഒന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കാര്യം, അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ കുറേ നാമങ്ങളുടെ അർത്ഥം നോക്കി. മഹാമൂർത്തി എന്നും ഭഗവാൻ വിശ്വമൂർത്തി എന്നും ദീപ്തമൂർത്തി എന്നും പ്രകാശരൂപനായ ഭഗവാൻ, ജ്ഞാനമൂർത്തിയായ ഭഗവാൻ, ആനന്ദമൂർത്തിയായ ഭഗവാൻ. ഇനി അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ഭഗവാൻ അവ്യക്തനാണ്. അവ്യക്തമാണ്, എന്നാൽ അനേകമൂർത്തിയാണ്. ഭഗവാന് അവതാരാഹി അസംഖ്യേയം എന്ന് പറയും. വിഷ്ണു എടുത്ത അവതാരങ്ങൾ 10 അവതാരങ്ങൾ പോലും അല്ല, 25ഓളം അവതാരങ്ങളെക്കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതാണ് അവതാരാഹി അസംഖ്യേയം എന്ന് ഭാഗവതത്തിൽ ഒരു വരി തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അനേകമൂർത്തിയായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. അതുപോലെ അവ്യക്തമാണ്, അവ്യയമാണ്, നാശമില്ല, അവ്യക്തമാണ്. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയഃ എന്ന് പറയും. ഇപ്പോൾ ബുദ്ധിയില്ലാത്ത മൂഢന്മാർ എന്നെ വ്യക്തിയായിട്ട് കാണുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. അതായത് 7ാമത്തെ ചാപ്റ്ററിൽ 24ാമത്തെ ശ്ലോകം. പക്ഷെ നമുക്ക് അപ്പോൾ വിഗ്രഹങ്ങളും ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു രൂപം കണ്ട് ആ രൂപത്തിൽ മനസ്സ് ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമുക്ക് അമ്പലങ്ങളിലും പൂജാമുറിയിലും ഒക്കെ ഭഗവാന്റെ രൂപം. യഥാർത്ഥത്തിൽ ഭഗവാന് രൂപമില്ല എന്ന് പറയണം. അവ്യക്തമായ എന്നെ ഒരു രൂപത്തിൽ സങ്കല്പിക്കുമ്പോൾ അവൻ മൂഢനാണ് എന്ന് 7ാമത്തെ ചാപ്റ്റർ ഗീത 24 ശ്ലോകം പറയുന്നു. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയഃ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാനെ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ, അതാണ് വിഷ്ണു. വ്യാപ്നോതി ഇതി വിഷ്ണു, വ്യാപ്നോതി ഇതി വിഷ്ണു എന്നാണ് പറയുക. അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ എല്ലാ കാര്യങ്ങളും, ഈ പ്രപഞ്ചത്തിലെ ഓരോ പുല്ലും ഓരോ പുഴുവും, പിന്നെ ഇനി എന്ന് വേണ്ട വലിയ ആനയും തിമിംഗലവും തുടങ്ങി വലിയ രൂപങ്ങളായിട്ടുള്ള എല്ലാം എങ്ങനെ നടക്കണം, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പ്ലാന് ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഒരു അനന്തബോധശക്തിയാണ് ഇതിൻ്റെ പിന്നിൽ. ആ ബോധരൂപനാണ് ഭഗവാൻ. ഭഗവാൻ പൂർണ്ണബോധായ തേ നമഃ എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ നോക്കുക, നമ്മുടെ ആ ഒരു നാമങ്ങൾ 721 മുതൽ 730 വരെയുള്ള നാമങ്ങൾ നോക്കാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുഭ്യോ നമഃ. വന്ദേ ഗുരു പരമ്പരാം. ഗണേശായ നമഃ. സരസ്വതിയെ നമഃ. അപ്പോൾ 721 മുതലുള്ളത് അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തി ശതാനനായേകോനൈകസവക്യം എത്തത്പദമനുത്തമം ലോകബന്ധുർലോകനാഥോ മാധവോ ഭക്തവത്സല. ആ ഭാഗത്ത് ആ ശ്ലോകങ്ങളിൽ വരുന്നതാണ് ഈ 721 മുതൽ ഉള്ള നാമങ്ങൾ. അപ്പോൾ 721 അനേകമൂർത്തി എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യം നിർവഹിക്കാനായിട്ട് ഓരോ യുഗത്തിലും ഓരോരോ രൂപങ്ങൾ സ്വീകരിക്കുന്നു.
അപ്പോൾ കൃഷ്ണനായിട്ട് ദ്വാപരയുഗത്തിൽ മനോഹര രൂപം ധരിച്ച് വന്ന് എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിച്ച ഭഗവാൻ, അതുപോലെ ധർമ്മമൂർത്തിയായിട്ട് ത്രേതായുഗത്തിൽ വന്ന ശ്രീരാമനായിട്ട് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി വന്ന ഭഗവാൻ, അങ്ങനെ ഭഗവാൻ അനേക മൂർത്തിയാണ്. പിന്നെ ബഹുസഹസ്രം രൂപം സ്വീകരിക്കുന്നു. അപ്പോൾ ഇന്നും ഭഗവാൻ ഓരോ നിമിഷവും അവതരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പിന്നെ എവിടെയൊക്കെ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, എവിടെയൊക്കെ ധർമ്മത്തിന് ഗ്ലാനിയുണ്ടോ അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹ, അപ്പോഴൊക്കെ ഞാൻ അവതരിക്കുന്നു എന്ന് 4ാമത്തെ ചാപ്റ്ററിൽ ഗീതയിൽ പറയുന്നുണ്ട്. ഇനി 722 അവ്യക്ത, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയപ്പെടാത്തവനാണ് ഭഗവാൻ. അതാണ് ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. അതാണ് ഭഗവാൻ അവ്യക്തൻ. അവ്യക്തം വ്യക്തി ആപന്നം മന്യന്തേ മാം അബുദ്ധയ. ഭഗവാനെ അവ്യക്തനായിട്ടുള്ള ഭഗവാനെ ഒരു വ്യക്തിയായിട്ട് കാണുന്ന അയാൾ ബുദ്ധിഹീനനാണ്, അബുദ്ധയ എന്നാണ്. അപ്പം നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്, പ്രപഞ്ചരൂപിയായിട്ട് സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായിട്ടാണ് ഭഗവാനെ കാണേണ്ടത് എന്ന്. ഇനി 723ാമത്തെ നാമം ശതമൂർത്തി. 100 കണക്കിന് ശതം 100 കണക്കിന് അസംഖ്യം രൂപങ്ങളുള്ളവൻ ഭഗവാൻ. നമസ്സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേക രൂപരൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ എന്ന് വിഷ്ണു സഹസ്രനാമം തുടക്കത്തിൽ തന്നെ സ്തുതിയിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഭഗവാൻ, അതാണ് അനേക മൂർത്തി, ശതമൂർത്തിയായിട്ടുള്ള ഭഗവാൻ, 100 കണക്കിന് രൂപങ്ങൾ ധരിച്ച ഭഗവാൻ. ഇനി 724 ശതാനന. ശതം 100, ആനനം മുഖം. 100 കണക്കിന് രൂപം മാത്രമല്ല, 100 കണക്കിന് മുഖങ്ങളും ഉള്ള ഭഗവാൻ. ഭഗവാന്റെ രൂപത്തെ വിശ്വരൂപ ദർശനം ഗീതയിൽ 11ാമത്തെ ചാപ്റ്ററിൽ സഞ്ജയൻ വർണ്ണിക്കുന്നുണ്ട്. അനേക വക്ത്രനയനം, അനേകാത്ഭുത ദർശനം, അനേക ദിവ്യാഭരണം, അനേക ഉദ്യതായുധം. അതായത് അനേകം മുഖവും, മുഖം, അനേകം നയനങ്ങൾ, അനേകം കണ്ണുകളും, അനേക അത്ഭുത ദർശനം. ആ ദർശനം തന്നെ ഒരു അത്ഭുതമാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് ഭഗവാന്റെ ആ ഒരു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ വിശ്വരൂപത്തെ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തു. അതാണ് ആ ഒരു വിശ്വരൂപ ദർശനത്തിൽ 100 കണക്കിന് ആയിരക്കണക്കിന് 100 കണക്കിന് പോലെ അല്ല, ആയിരക്കണക്കിന് തലകളും കണ്ണുകളും കാലുകളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വിരാട് രൂപം, ഭഗവാന്റെ വിരാട് രൂപം. ശതാനന, 100 കണക്കിന് മുഖങ്ങളുള്ള ഭഗവാൻ. ഇനി 725 ഏകഹ, ഒന്ന് മാത്രം. തന്നിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒന്നും ഇല്ലാത്തതിനാൽ ഭഗവാൻ ഏകനാണ്. ഏകം ഏവം അദ്വിതീയം, രണ്ടില്ല, ഒന്ന് മാത്രം എന്ന് ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഗീത 7ാമത്തെ ചാപ്റ്ററിൽ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മത്തപരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണികണായിവ. എന്നിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല അർജുന എന്ന് പറയുന്നുണ്ട്. എല്ലാം എന്നിൽ ചേർത്ത് കോർത്തിരിക്കുന്നു. ഒരു നൂലിൽ, ഒരു ചരടിൽ എങ്ങനെയാണോ മണികൾ ചേർത്ത് ഇരിക്കുന്നത്, അതുപോലെ എന്നിലെല്ലാം കോർത്തിരിക്കുന്നു. 726 നൈകഹ, ന പ്ലസ് ഏകഹ, അതാണ് നൈകഹ. ഏകനല്ലാത്തവൻ, ഏകൻ ഒറ്റയ്ക്ക് ഉള്ളത്, ഏകനല്ലാത്തവൻ. ഏകനാണെങ്കിലും അനേകമായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു. ഭഗവാൻ തൻ്റെ മായ കൊണ്ട് അനേകം രൂപങ്ങൾ സ്വീകരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഒന്നല്ല എന്ന് നമ്മൾ പല അവതാരങ്ങളിലൂടെ പറഞ്ഞു. പിന്നെ ഭഗവാന്റെ വിരാട് രൂപ ദർശനം വർണ്ണിക്കുമ്പോൾ ഭഗവാൻ അങ്ങനെ ഒന്ന് എന്നുള്ള ഒരു സങ്കല്പമല്ല. ഇനി 727 സവഹ, സോമരസം അർപ്പിച്ച് നടത്തുന്ന ഒരു യാഗത്തിനെയാണ് സവ എന്ന് പറയുന്നത്. അത് ഭഗവാനാണ്, ആ യാഗം തന്നെ ഭഗവാനാണ് എന്ന്. ഇനി എല്ലാ യാഗവും ഭഗവത് ചൈതന്യ രൂപവുമാണ്, ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് ഓരോ യാഗവും എന്ന് പറയുന്നു. ഇനി 728 കഹ, സുഖം തന്നെ രൂപമായവൻ. കം ബ്രഹ്മ എന്ന് പറയും. കം
ബ്രഹ്മ എന്ന് പറയുമ്പോൾ ബ്രഹ്മം സുഖരൂപമാകുന്നു. കം സുഖം എന്നുള്ള അർത്ഥമാണ്, സുഖം രൂപമായ. അപ്പോൾ കം ബ്രഹ്മ എന്ന് പറയുമ്പോൾ ബ്രഹ്മം സുഖരൂപമാകുന്നു. അപ്പോൾ ഈ ബ്രഹ്മം എന്ന് പറയുന്നതിന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ബ്രഹ്മത്തിന് നമുക്ക് മനസ്സിലാക്കാൻ ഈശ്വരൻ, ദൈവം, പരമാത്മാവ്, അനന്തബോധശക്തി ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് സുഖരൂപമാണ്. അപ്പോൾ നമ്മൾ ആ ബോധത്തിലേക്ക് ഉയരുകയാണെങ്കിൽ നമ്മൾ പരമസുഖത്തിൽ വർത്തിക്കും. എന്നാൽ നമ്മളിപ്പോൾ പല പല ചിന്തകളിലും ഒക്കെ നമ്മളിങ്ങനെ പെട്ട് കിടക്കുകയാണ്, വാസനകളിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് ദുഃഖവും ദുരിതവും മാത്രം നിറഞ്ഞ ഒരു മനസ്സോടുകൂടി ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി 729 കിം എന്ന് പറയുമ്പോൾ എന്ത് എന്നൊക്കെ ഉള്ള ഒരു ചോദ്യ രൂപമാണ്. അപ്പോൾ ആ ചോദ്യം രൂപം തന്നെ ഭഗവാനാണ്, ബ്രഹ്മമാണ് എന്നർത്ഥം. ചോദ്യം തന്നെ ഭഗവാന്റെ രൂപമാണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ രൂപമാണ്. ചോദ്യം സർവനാമമാകയാൽ ആത്യന്തികമായി ബ്രഹ്മം എന്നർത്ഥം. ഏത് വസ്തുവിനെക്കുറിച്ച് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഓരോ കാര്യം ഇതെന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ എത്തുന്നത് അത് ബ്രഹ്മമാണ് എന്നുള്ളതിലെത്തും. അപ്പോൾ ഏതൊരു വസ്തുവും എന്ത് എന്നൊരു മനുഷ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് ആര്, അപ്പോൾ മനുഷ്യൻ ശരീരമല്ല, അങ്ങനെ പോയാൽ അവസാനം മനുഷ്യനെ ആത്മാവാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആത്മാവാരാണ്? അത് ബ്രഹ്മത്തിൻ്റെ എന്താ പറയുക, ബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന് പറയുന്നില്ലേ, അതുപോലെ. അപ്പം ഏതൊരു നാമവും ഏതൊരു നാമത്തിൻ്റെയും അർത്ഥം എടുത്തു നോക്കിയാൽ ഇത് അല്ല 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 എന്ന് പറഞ്ഞ് നമ്മൾ അവസാനം എത്തുന്നത് ആ സച്ചിദാനന്ദ ബ്രഹ്മ സ്വരൂപമായ ഭഗവാനിൽ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് കിം, അതായത് കിം എന്ന ചോദ്യം തന്നെ ഭഗവാന്റെ രൂപമാണ് എന്ന്. ഇനി 730 ഏത് എന്നുള്ള ഒരു ചോദ്യം, അതും അർത്ഥമാക്കുന്നത് ആ ചോദ്യ സർവനാമം അതും ഭഗവാനെ ലക്ഷ്യമാക്കുന്നു. ഏത് എന്ന് ഓരോന്നിനെയും എടുത്ത് ചോദിച്ചാൽ ഇത് ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കാണുന്നതല്ല എന്നും മനസ്സിലാവുമ്പോൾ പിന്നെ ഏത് എന്ന് പറയുമ്പോൾ അത് അവസാനം പോയി ചേരുന്നത് ബ്രഹ്മത്തിലേക്കാണ്. അപ്പോൾ എല്ലാം ഇവിടെ ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ഭഗവാനാണ്, എല്ലാം വിഷ്ണു തന്നെയാണ്. പ്രപഞ്ചം മുഴുവൻ ചൈതന്യമായിട്ടും പ്രകൃതിയായിട്ടും ഒക്കെ ഭഗവാൻ, ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ രണ്ടായിട്ട് പിരിഞ്ഞ് പ്രകൃതിയായിട്ടും ബ്രഹ്മമായിട്ടും രണ്ടായിട്ട്, പ്രകൃതിയായിട്ടും പുരുഷനായിട്ടും രണ്ടായി തിരിഞ്ഞു. അതാണ് നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം തന്നെ. അതുകൊണ്ട് ഏത് നോക്കിയാലും അത് എന്ത് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ അത് ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന ഒരു ഉത്തരത്തിലേക്കാണ് എത്തുക. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് എന്ന ഒരു ചോദ്യം തന്നെ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഭാഗം 721 മുതൽ 730 വരെയുള്ള നാമങ്ങളാണ്. അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തിശതാനന ഏകോനൈകസവക്കും എത്തത്പദമനുത്തം ലോകബന്ധുർലോകനാഥോ മാധവോ ഭക്തവത്സല, ആ ഒരു ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ ഏത് എന്ന നാമം വരെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം.